മാതൃത്വത്തിൻ്റെ മഹത്വവും മനുഷ്യജീവന്റെ വിലയുമറിയാത്ത ഒരു തലമുറ, നൊന്തു പ്രസവിച്ച കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാർ. ഇവിടെ ഇരകളാകുന്നത് വഴിവിട്ട ബന്ധത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത കുരുന്നുകളാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്നും എറിഞ്ഞു കൊലപ്പെടുത്തിയ അമ്മയുടെ ക്രൂരത മനസാക്ഷിയുള്ളവരുടെ മനസ്സിനെ മുറിപ്പെടുത്തിയിരുന്നു. ആലപ്പുഴയിൽ നിന്നും മറ്റൊരു കുരുന്നിൻ്റെ നിലവിളി ശബ്ദം ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. രഹസ്യമായി മറവ് ചെയ്ത നവജാത ശിശുവിനെ അമ്മയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയതാണോ? ഇതോടൊപ്പം ആറ്റിങ്ങലിൽ ഭർത്താവിൻ്റെ ലൈംഗിക വൈകൃതത്തിന് കൂട്ടുനിന്ന ഭാര്യയെക്കുറിച്ചും കേൾക്കാൻ കഴിഞ്ഞു. എന്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പ്രണയബന്ധവും ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ കയ്യബദ്ധങ്ങളും വീട്ടുകാരോട് തുറന്നു പറയാനുള്ള അന്തരീക്ഷം ഇപ്പോഴും നമ്മുടെ പല കുടുംബങ്ങളിലുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആലപ്പുഴയിൽ ഒരു നവജാത ശിശുവിൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. പ്രണയബന്ധത്തിനിടെ ഗർഭിണിയായതും പിന്നീട് പ്രസവിച്ചതും പെൺകുട്ടി മാതാപിതാക്കളോടും ഉറ്റവരോടും മറച്ചു വെച്ചു. ഒടുവിൽ പ്രസവശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം കാമുകനെയും സുഹൃത്തിനെയും കൂട്ടി മറവ് ചെയ്യുന്നു. എന്നാൽ കുഞ്ഞ് പ്രസവശേഷം മരിച്ചിരുന്നോ അതോ കൊലപ്പെടുത്തിയതാണോ? ഇക്കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് വ്യക്തതയില്ല. ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ആ സംഭവം ഈഴകീറി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. നവജാത ശിശുവിന്റെ മൃതദേഹം തകഴിയിൽ രഹസ്യമായി മറവ് ചെയ്ത സംഭവത്തിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് പോലീസിന്. മരണം എങ്ങനെ സംഭവിച്ചുവെന്ന് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കിയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ മരണകാരണം കണ്ടെത്താനായിട്ടില്ല. മൃതദേഹത്തിന്റെ ജീർണാവസ്ഥയായിരുന്നു തടസ്സം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ വീട് നിൽക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതെ ഇരു വീട്ടുകാരും ചേർന്ന വിവാഹം അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമായിരുന്നെന്ന് വാർഡ് മെമ്പർ ബോബി ചാക്കോ പറഞ്ഞു. പെൺകുട്ടിയുടെ അപ്പനും അമ്മയും അതുപോലെ തന്നെ ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയൊക്കെ വില്ലിങ് ആയിരുന്നു. ഇവരെ പറയായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലായിരുന്നു. അവർ കുഞ്ഞിൻ്റെ ജീവൻ പോയില്ല. ശ്വാസം മുട്ടി അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ടില്ല. റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട്, ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ. സംഭവത്തിൽ യുവതിയെയും ആൺസുഹൃത്ത് തകഴി സ്വദേശി തോമസ് ജോസഫ്, മൃതദേഹം മറവ് ചെയ്യാൻ ഇയാളെ സഹായിച്ച തകഴി കുന്നുമ്മ സ്വദേശി അശോക് ജോസഫ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രസവ ദിവസം പുലർച്ചെയാണ് ഗർഭാവസ്ഥ സംബന്ധിച്ച് തോമസിന് വിവരം ലഭിച്ചതെന്നാണ് മൊഴി. ഈ സമയം തകഴിയിലെ അശോകിന്റെ വീട്ടിലായിരുന്നു ഇയാൾ. പ്രസവവിവരം അറിഞ്ഞ് ബോധരഹിതനായി തോമസ് വീണെന്നും അതുകൊണ്ടാണ് യുവതിയുടെ വീട്ടിലേക്ക് കൂടെ പോയതെന്നുമാണ് കേസിലെ 3ാം പ്രതിയായ അശോകിന്റെ മൊഴി. ചെല്ലുമ്പോൾ വീടിന്റെ ടെറസിന്റെ സൺഷെയ്ഡിൽ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞ്. റിമാൻഡ് ചെയ്യപ്പെട്ട യുവതി സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയാനാകൂ. ന്യൂസ് 18 ആലപ്പുഴ. ഭർത്താവിൻ്റെ ലൈംഗിക വൈകൃതത്തിന് കൂട്ടുനിൽക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്ന ഭാര്യ. എന്തൊരു വൃത്തികെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ പുറത്തുവരുന്നത് അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ്. 2021 മുതലുള്ള കാലയളവിൽ പെൺകുട്ടി പലതവണയാണ് പീഡനത്തിന് ഇരയായത്. സംഭവം പുറത്തു വന്നതോടെ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആറ്റിങ്ങൽ സ്വദേശി ശരത്ത്, ഭാര്യ നന്ദ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ശരത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യയാണ് പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വീട്ടിലെത്തിച്ച് പീഡനത്തിന് ഒത്താശ ചെയ്തതെന്നാണ് കേസ്.
ആറ്റിങ്ങൽ മുതാക്കൽ പൊയ്കമുക്ക് സ്വദേശിയായ 15-കാരിയെ കഴിഞ്ഞ 4 വർഷങ്ങളായി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ദമ്പതിമാർ അറസ്റ്റിലായത്. പെൺകുട്ടി സ്കൂളിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ട അധ്യാപിക സ്കൂൾ കൗൺസിലറെ കൊണ്ട് കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം പുറത്തുവന്നത്. പ്രതി ശരത് ഭാര്യ നന്ദയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്നാരോപിച്ച ശേഷം തുടർന്ന് തന്നോടൊപ്പം താമസിക്കണമെങ്കിൽ പെൺകുട്ടിയെ തനിക്ക് വശംവദയാക്കി തരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഭർത്താവിന്റെ നിർബന്ധത്തിനു വഴങ്ങി നന്ദയാണ് പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വീട്ടിൽ വരുത്തി പീഡനത്തിന് ഒത്താശ ചെയ്തത്. ഏപ്രിൽ മുതൽ 2022 ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ കുട്ടി കൊടും പീഡനത്തിനാണ് ഇരയായതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SHO ഗോപകുമാർ ജി, SI-മാരായ സജിത്, ജിഷ്ണു, സുനിൽകുമാർ, ASI ഉണ്ണിരാജ്, സീനിയർ CPO ശരത് കുമാർ, നിതിൻ, CPO അഞ്ജന എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമവും നഗ്നതാ പ്രദർശനവും കാട്ടി ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. ഇങ്ങനെയുള്ള മനോരോഗികൾ കാരണം പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്നു. കൊല്ലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയയാളെ പിടികൂടിയപ്പോഴാണ് ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് വ്യക്തമായത്. കൊല്ലം ശക്തികുളങ്ങര സ്വദേശി സനൂജ് മോനെ കരുനാഗപ്പള്ളി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനു മുൻപും പെൺകുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയിട്ടുള്ളതായി പ്രതി സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 കടയിൽ പോയ ശേഷം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന 9 വയസ്സുകാരിയോട് മോട്ടോർ സൈക്കിളിൽ എത്തിയ സനുജ് മോൻ കരുനാഗപ്പള്ളി മാളിയേക്കൽ ഭാഗത്തേക്കുള്ള വഴി ചോദിച്ചു. പെൺകുട്ടി വഴി പറയുന്നതിനിടയിൽ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തുകയും അശ്ലീല ഭാഷയിൽ സംസാരിക്കുകയുമായിരുന്നു. തുടർന്ന് സനൂജ് സംഭവസ്ഥലത്ത് നിന്നും ബൈക്കിൽ കടന്നുകളഞ്ഞു. കുട്ടി വീട്ടിലെത്തി വിവരം പറഞ്ഞതിനെ തുടർന്ന് കുടുംബം പരാതിയുമായി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തി. പെൺകുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസ് നിരവധി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ വാഹന നമ്പർ കണ്ടെത്തി. എന്നാൽ വാഹന ഉടമയുമായി ബന്ധപ്പെട്ടപ്പോൾ ഏതാനും നാളുകൾക്ക് മുമ്പ് വാഹനം മറ്റൊരാൾക്ക് വിറ്റെന്ന മറുപടിയാണ് ലഭിച്ചത്. തുടർന്ന് പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ വാഹനം വാങ്ങിയ ആളെ കണ്ടെത്തുകയും പ്രതിയായ സനുജിലേക്ക് എത്തുകയുമായിരുന്നു. പെൺകുട്ടി സനുജിനെ തിരിച്ചറിഞ്ഞതോടെ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇതിനു മുൻപും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയിട്ടുള്ളതായി പ്രതി സമ്മതിച്ചു. കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷമീർ, റഹീം, SCPO ഹാഷിം, CPO-മാരായ അനിത, കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കൊല്ലം. പണത്തോടുള്ള അത്യാർത്തി നമ്മളെ വലിയ കെണിയിൽ കൊണ്ടെത്തിക്കും. പല സാമ്പത്തിക തട്ടിപ്പ് കേസുകളും പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാണ്. പത്തനംതിട്ടയിൽ ലക്ഷങ്ങളുടെ സൈബർ തട്ടിപ്പിന് ഇരയായത് ഒരു യുവാവാണ്. പത്തനംതിട്ട തെക്കേമല സ്വദേശി ബിനു കാർത്തികേയന്റെ പക്കൽ നിന്ന് ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ 46 ലക്ഷം രൂപ തട്ടിയെടുത്തു. തട്ടിപ്പിലെ പ്രധാന പ്രതി ഭോപ്പാൽ സ്വദേശി മാനവേന്ദ്ര സിംഗാണ്. ആറന്മുള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടി. മറ്റു പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ 7 മുതൽ ഡിസംബർ 12 വരെയുള്ള കാലത്താണ് തട്ടിപ്പ് നടന്നത്. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗിലൂടെ വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചായിരുന്നു തട്ടിപ്പ്. തെക്കേമല സ്വദേശി വിനു കാർത്തികേയൻ പലതവണയായി 46 ലക്ഷം നിക്ഷേപിച്ചെങ്കിലും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. ഭോപ്പാൽ സ്വദേശി മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സൈബർ തട്ടിപ്പ് നടത്തിയത്. ആറന്മുള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രധാന പ്രതി മാനവേന്ദ്ര സിംഗ് പിടിയിലായത്. മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി.
കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇതേ പ്രതികൾ രാജ്യത്ത് സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. വേണമെങ്കിൽ എന്നെ തൂക്കിക്കൊന്നോളൂ. കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് അറസ്റ്റിനായിട്ടും യാതൊരു കുറ്റബോധവുമില്ല. ഒരു കൂസലുമില്ലാതെയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം ഏറ്റുപറയുന്നത്. ക്രൂരമായ കൊലയ്ക്ക് ശേഷം പ്രതി വീട്ടിൽ പോയി കിടന്നുറങ്ങിയത് പോലീസിനെ പോലും അമ്പരിപ്പിച്ചു. അത്രയ്ക്കും ക്രിമിനൽ മനോഭാവമുള്ളയാളാണ് പ്രതി സഞ്ജയ് റോയ് എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഡോക്ടറെ കൊലപ്പെടുത്തിയ സഞ്ജയ് ഒന്നിലധികം വിവാഹം കഴിച്ചിരുന്നതായും എന്നാൽ ഇതെല്ലാം പരാജയപ്പെട്ടതുമാണ് വിവരം. സർക്കാർ ഉടമസ്ഥതയിലുള്ള RG കർ മെഡിക്കൽ കോളേജിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ നെഞ്ചുരോഗ വിഭാഗത്തിലെ സെമിനാർ ഹാളിലാണ് ചോരയിൽ കുളിച്ച നിലയിൽ 31-കാരിയായ വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. ശരീരമാസകലം മുറിവേറ്റ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളുമാണ് പ്രതിയെ പിടികൂടാൻ അന്വേഷണ സംഘത്തെ സഹായിച്ചത്. തുടർന്ന് സഞ്ജയ് റോയിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സഞ്ജയ് റോയ് 2019 മുതൽ പോലീസിന്റെ സിവിക് വോളണ്ടിയർ ആയിരുന്നു. ഇതിനിടെ RG കർ മെഡിക്കൽ കോളേജിലെ പോലീസ് ഔട്ട്പോസ്റ്റിലും ഇയാളെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്നു. കൊൽക്കത്ത പോലീസിന്റെ ടീഷർട്ട് ധരിച്ചു കറങ്ങി നടന്നിരുന്ന സഞ്ജയ് പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. പോലീസ് ഔട്ട്പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ആശുപത്രിയിൽ എത്തുന്നവരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വനിതാ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം സഞ്ജയ് താമസ സ്ഥലത്തേക്ക് മടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. ഉറങ്ങി എഴുന്നേറ്റ ശേഷം കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി. എന്നാൽ പ്രതി ധരിച്ചിരുന്ന ഷൂവിൽ രക്തക്കറ അവശേഷിച്ചിരുന്നു. വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ ഈ ഷൂ കണ്ടെടുത്തതെന്നും പോലീസ് പറഞ്ഞു. സാഹചര്യ തെളിവുകളടക്കം പരിശോധിക്കുമ്പോൾ കൊലപ്പെടുത്തിയതിനു ശേഷമാണോ വനിതാ ഡോക്ടറെ ലൈംഗികമായി ഉപദ്രവിച്ചതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയെങ്കിലും പ്രതി യാതൊരു പശ്ചാത്താപവും പ്രകടിപ്പിച്ചില്ല. യാതൊരു കൂസലുമില്ലാതെയായിരുന്നു ഇയാൾ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. സഞ്ജയ് ഒന്നിലധികം വിവാഹം കഴിച്ചിരുന്നതായും എന്നാൽ ഇതെല്ലാം പരാജയപ്പെട്ടെന്നുമാണ് വിവരം. പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് നിരവധി അശ്ലീല വീഡിയോകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊൽക്കത്ത. തെരുവ് ഗുണ്ടകളെ പോലെയാണോ സെക്രട്ടേറിയറ്റിലെ സർക്കാർ ജീവനക്കാർ പെരുമാറേണ്ടത്? സെക്രട്ടേറിയറ്റിനുള്ളിൽ ഈ പകൽ നടന്നൊരു സംഭവം കണ്ടാൽ അങ്ങനെ തോന്നിപ്പോകും. CPM അനുകൂല സർവീസ് സംഘടനാ ജീവനക്കാർ തമ്മിൽ പരസ്യമായാണ് ഏറ്റുമുട്ടിയത്. ക്യാൻറ്റീനിൽ കുടിവെള്ളം നൽകിയില്ല എന്നാരോപിച്ചു തുടങ്ങിയ പ്രശ്നം വലിയ കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. സംഭവം ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകരെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ കയ്യേറ്റം ചെയ്തു. ഭയങ്കര മോടാ. സെക്രട്ടേറിയറ്റിനകത്ത് PR ചേംബറിന് സമീപത്തെ ക്യാന്റീനിലാണ് CPIM അനുകൂല സർവീസ് സംഘടനാ ജീവനക്കാർ തമ്മിലടിച്ചത്. സംഭവത്തെക്കുറിച്ച് NGO യൂണിയൻ ഭാരവാഹികൾ വിശദീകരിക്കുന്നത് ഇങ്ങനെ: സെക്രട്ടേറിയറ്റ് സബ് ട്രഷറിയിലെ ജീവനക്കാരനും NGO യൂണിയൻ പുത്തൻചന്ത ബ്രാഞ്ച് ഭാരവാഹിയുമായ അമൽ ക്യാന്റീനിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നു. കുടിവെള്ളം കിട്ടിയില്ലെന്നാരോപിച്ച് ഇയാൾ ജഗ് വലിച്ചെറിഞ്ഞു. ക്യാന്റീൻ ജീവനക്കാരന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ഇതോടെ കണ്ടുനിന്ന മറ്റ് യൂണിയൻ പ്രവർത്തകർ ചോദ്യം ചെയ്ത് രംഗത്തെത്തുകയും കയ്യാങ്കളിയുണ്ടാവുകയുമായിരുന്നു. ക്യാന്റീനിൽ നടന്നതിന്റെ തുടർച്ചയായിരുന്നു സബ് ട്രഷറിക്ക് മുന്നിൽ ഉണ്ടായത്. മന്ത്രി MB രാജേഷിന്റെ വാർത്താസമ്മേളനം കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഇത്. ഈ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ചപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായത്. നല്ലത് വീഡിയോ എടുക്കുന്നുണ്ട്.
വീഡിയോ ഒരു കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ ഇതിനകത്ത് ഇടപെടാതെ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ നിങ്ങളുടെ രാജ്യം ഭരിക്കണമല്ലോ. നീ പേര് പറഞ്ഞിട്ട് പോയാൽ മതി. നീ പോടാ. ക്യാമറ തല്ലിപ്പൊട്ടിക്കുമെന്ന് ഭീഷണി. എടുക്കണ നീ എന്റെ മേത്ത് കൈവച്ചു. നീ എന്റെ മേത്ത് കൈവച്ചു. തിരിച്ചു കൈവെക്കുന്ന അല്ല എന്റെ സ്വഭാവം. പേര് പറയട്ടെ. എന്റെ പേര് മുഹമ്മദ് ആഷിഖ്. ഞാൻ മീഡിയ വണ്ണിന്റെ തിരുവനന്തപുരത്ത് റിപ്പോർട്ടറാണ്. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ ഇവിടുത്തെ എന്താണ് ജോലി? എന്താണ് പറ. പ്രശ്നം ഉണ്ടാക്കിയ അമൽ NGO യൂണിയൻ പ്രവർത്തകനാണെന്ന് സെക്രട്ടേറിയറ്റിൽ അപ്പോഴുണ്ടായിരുന്ന മറ്റ് NGO യൂണിയൻകാർക്ക് അറിയില്ലായിരുന്നു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ KUWJ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പ്രസ് ക്ലബ്ബും പ്രതിഷേധിച്ചു. അമലിന് എതിരെ ക്യാന്റീൻ ജീവനക്കാരൻ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാജ്യദ്രോഹികളോ കൊടും കുറ്റവാളികളോ ആണോ? ആലപ്പുഴ കായംകുളത്തെ പോലീസ് ഒരു തീവ്രവാദിയെ കൊണ്ടുപോകുന്ന പോലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാനെത്തിയത്. രാത്രിയിൽ വീട്ടിലെത്തിയ പോലീസ് വീടിന്റെ വാതിലുകൾ തല്ലി തകർത്തു. മറ്റൊരു പ്രവർത്തകനെ സിവിൽ വേഷത്തിലെത്തി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ദേശീയപാത ഉപരോധത്തിനിടെ പോലീസുമായി സംഘർഷമുണ്ടായതിന്റെ പേരിലാണ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് കായംകുളം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തലിന്റെ വീടിന്റെ വാതിൽ പോലീസ് തല്ലിത്തകർത്തെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ പോലീസ് സംഘം റിയാസിന്റെ വീട് വളയുകയായിരുന്നു. വീടിന്റെ മുൻവാതിൽ ചവിട്ടി തുറന്നാണ് പോലീസ് അകത്ത് കടന്നത്. വാതിലിന്റെ കുറ്റികൾ തകർന്നു. തുടർന്ന് റിയാസിന്റെ മുറിയുടെ വാതിലും ചവിട്ടിപ്പൊളിച്ചു. റിയാസ് ഈ സമയം വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വൃദ്ധ മാതാപിതാക്കൾ അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും വീട്ടുകാർ ആരോപിക്കുന്നു. 2 പേര് കതവ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറിച്ച് അവനെ ഇങ്ങോട്ട് ഇറക്കി വിടുക, അവനെ ഇങ്ങോട്ട് ഇവിടെ ഇല്ല സാറേ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ കേട്ടില്ല. എന്നിട്ട് ഇവളും കൊച്ചും അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ കതവ് പൂട്ടിയേക്കുന്ന കാരണം ആ കതവ് ചവിട്ടി പൊട്ടിച്ചും ഇറക്കി വിട് അവനെയും കൊണ്ടേ പോകത്തുള്ളെന്നും പറഞ്ഞ് നിൽക്കുക. അങ്ങനെ ഇവനുമായിട്ട് പിടിവലിയായി എന്നെ പിടിച്ച് തെള്ളി. ഞാൻ മറിഞ്ഞു വീണ്. ഇവൻ്റെ കയ്യിലിരുന്ന എൻ്റെ മൂത്ത മോൻ്റെ കയ്യിലിരുന്ന ഫോൺ പറിച്ച് വാങ്ങിച്ച് മോൻ വീഡിയോ പിടിക്കുന്ന കണ്ടുകൊണ്ട് അത് പറിച്ച് വാങ്ങിച്ചിട്ട് നാളെ നീ സ്റ്റേഷനിൽ വാ, അന്നേരം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പം പറയുന്നത് അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. ഒരുപാട് അനാവശ്യങ്ങളൊക്കെ കിടന്ന് പറഞ്ഞു അവര്. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ഹാഷിം സേട്ടിനെ സിവിൽ വേഷത്തിൽ കാറിൽ എത്തിയ സംഘമാണ് പിടിച്ചുകൊണ്ടുപോയത്. കാറിൽ എത്തിയത് ഗുണ്ടാ സംഘമാണെന്ന് കരുതി നാട്ടുകാർ പരിഭ്രാന്തരായിരുന്നു. പോലീസ് അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയരപ്പാത വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സത്യഗ്രഹം നടത്തിവരികയാണ്. വെള്ളിയാഴ്ച രാത്രി പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചിരുന്നു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഇതിൽ 3 പോലീസുകാർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. പോലീസിനെ ആക്രമിച്ചു എന്ന് കാട്ടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. അതേസമയം വീട്ടിലെത്തി അതിക്രമം കാട്ടിയെന്ന ആരോപണം പോലീസ് നിഷേധിച്ചു. ന്യൂസ് 18 കായംകുളം.
ഒട്ടേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്. നമ്മുടെ പോലീസിനെയും നിയമവ്യവസ്ഥയെയും കബളിപ്പിച്ച മൊഴിയും മൊഴിമാറ്റവും നടന്ന നാടകീയ സംഭവങ്ങൾ. യുവതിയുടെ പരാതിക്ക് പിന്നാലെ വിദേശത്തേക്ക് കടന്ന പ്രതി രാഹുൽ മാസങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. രാഹുലിനെ ഡൽഹി വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച ശേഷം പിന്നീട് വിട്ടയച്ചു. രാഹുൽ 14-ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും അതുവരെ നടപടി എടുക്കരുതെന്നും ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പുലർച്ചെയാണ് രാഹുൽ വിദേശത്തു നിന്ന് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത്. ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ തടഞ്ഞു. പിന്നീട് പന്തീരങ്കാവ് പോലീസിനെ ബന്ധപ്പെട്ടപ്പോൾ രാഹുലിനെതിരെ നടപടിയെടുക്കരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഗാർഹിക പീഡന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുലും കുടുംബാംഗങ്ങളും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 14-ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും അതുവരെ ഇയാൾക്കെതിരെ നടപടിയെടുക്കരുത് എന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. എറണാകുളം വടക്കേക്കര സ്വദേശിയായ യുവതി നൽകിയ കേസിൽ രാഹുലിനെതിരെ വധശ്രമത്തിനടക്കം പന്തീരങ്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് രാഹുൽ വിദേശത്തേക്ക് കടന്നത്. പിന്നീട് രാഹുലിനെതിരായ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് യുവതി തന്നെ രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിചാരണയും നിയമ നടപടികളും നീണ്ടുപോകുന്ന നടിയാക്രമണ കേസിൽ കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പല പോരാട്ടങ്ങളും നടക്കുന്നുണ്ട്. പ്രതികൾക്കും അതിജീവിതയ്ക്കും എതിരായും അനുകൂലമായും പല ഉത്തരവുകളും ഉണ്ടാകുന്നുണ്ട്. ഒടുവിൽ 1-ാം പ്രതി പൾസർ സുനിക്ക് അനുകൂലമായ വിധി വന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ്. ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിന് പൾസർ സുനിക്ക് ഹൈക്കോടതി നേരത്തെ 25,000 രൂപ പിഴ ചുമത്തിയിരുന്നു. അതിനെതിരെ പ്രതി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധിച്ച പിഴ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പൾസർ സുനി നൽകിയ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസും അയച്ചിട്ടുണ്ട്. ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിനായിരുന്നു പൾസർ സുനിക്ക് ഹൈക്കോടതി പിഴ വിധിച്ചത്. 25,000 രൂപയായിരുന്നു പിഴത്തുക. കോടതിയെ തുടർച്ചയായി സമീപിക്കുന്നതിന് പൾസർ സുനിയെ സഹായിക്കാൻ തിരശീലയ്ക്കു പിന്നിൽ ആളുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. വിചാരണയുടെ അന്തിമഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുതെന്ന സർക്കാർ വാദവും കോടതി അംഗീകരിച്ചിരുന്നു. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ അഭയ സോഖ, അഗസ്റ്റിൻ ജോർജ് മാസിഹ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതി നടപടി സ്റ്റേ ചെയ്തത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പൾസർ സുനി നൽകിയ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് നടപടി. ഓഗസ്റ്റ് 27-നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. പൾസർ സുനിക്കു വേണ്ടി അഭിഭാഷകരായ കെ പരമേശ്വരൻ, ശ്രീരാം പറക്കാട് എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. 2017 ഫെബ്രുവരിയിലാണ് നടി കൊച്ചിയിൽ കാറിൽ ആക്രമിക്കപ്പെട്ടത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി റിമാൻഡിലാണ്. കേസിലെ മറ്റു പ്രതികളായ നടൻ ദിലീപ് അടക്കമുള്ളവർക്ക് വിവിധ കോടതികൾ ജാമ്യം അനുവദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പോലീസ് പട്രോളിൽ പോകുന്നത് കോഴിക്കോട് താമരശ്ശേരിയിലേക്കാണ്. താമരശ്ശേരിയിൽ കാർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ആക്രമണം നടത്തിയ കേസിൽ 8 പേർ അറസ്റ്റിൽ. കാർ ഉടമയായ നരിക്കുനി സ്വദേശിനി ഷഹാന ഉൾപ്പെടെ 20ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. ഷഹാന അറിയാതെ വിൽപ്പന നടത്തിയ കാർ തിരിച്ചെടുക്കാൻ എത്തിയവരാണ് ആക്രമണം നടത്തിയത്. കലറയ്ക്കാമ്പോയിലിൽ അഷ്റഫിന്റെ വീട്ടിൽ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. തലയാട് സ്വദേശിയായ സിറാജിൽ നിന്ന് അഷ്റഫ് വാങ്ങിയ കാർ തിരിച്ചെടുക്കാനെന്ന് പറഞ്ഞാണ് 20 പേർ എത്തിയത്. നരിക്കുനി PC പാലം സ്വദേശിനിയായ ഷഹാനയുടെ പേരിലുള്ള കാർ 2 ലക്ഷം രൂപ നൽകിയാണ് അഷ്റഫ് വാങ്ങിയത്. കാറിന്റെ സാമ്പത്തിക ബാധ്യത തീർത്ത ശേഷം വിൽപ്പന നടത്താനായിരുന്നു പദ്ധതി. എന്നാൽ തന്റെ അറിവോടെയല്ല കാർ വിൽപ്പന നടത്തിയതെന്നാണ് ഷഹാനയുടെ വാദം.
കാർ കടത്തിക്കൊണ്ടു പോകുന്നത് തടഞ്ഞതോടെ അഷ്റഫിനെയും മകനെയും ഉൾപ്പെടെ മർദ്ദിച്ചെന്നാണ് പരാതി. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഉച്ചയ്ക്ക് ചോറുന്നതിന്റെ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു 4 കാറ് 2 ബൈക്കുകളായിട്ട് ഒരു 10-20 മേലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കാൻ വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വണ്ടി നോക്കിയോളി, ഇങ്ങനെ വണ്ടിക്ക് ഇത്തിന വരാണ്, ഇതാണ് RC ബുക്ക്, ചാവി 2 ചാവിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞ് RC നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ സ്വാഭാവികമായിട്ട് RC കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കിയില്ലെങ്കിൽ തരിക. അല്ല, അത് ഒരാൾ വാങ്ങി ഞാൻ പോക്കറ്റിലിട്ട് അങ്ങനെ ചാവി വാങ്ങി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ചെറിയ മക്കളൊക്കെ വണ്ടീൻ്റെ ബാക്കിലുണ്ടായി. അപ്പോൾ ഞാൻ ചാവി ഊരിയപ്പോൾ പിന്നെ അവിടുന്ന് ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. ചാവി ഊരി ഞാൻ അങ്ങോട്ട് എറിഞ്ഞപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലെത്തി ചാവി. അപ്പോൾ ഇവരെല്ലാം കൂടി വീട്ടിൽ കയറി. അപ്പോൾ ചെറിയ മോൻ്റെ കൈയൊക്കെ ഓടിച്ച് തിരിച്ച് ഞാൻ ചാവി വേദനയായപ്പോൾ ചെക്കൻ ചാവി കൊടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ മറ്റോ വന്ന് ഞാൻ ഒരു ഇരുമ്പിൻ്റെ വടി ഉണ്ടായി അവിടെ സൈഡിൽ നമ്മൾ ഈ റാക്കിൻ്റെ വർക്കിന് വെച്ചേ. അപ്പോൾ അതെടുത്ത് ഞാൻ ഇന്നടിച്ചപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് തടുത്ത്. അപ്പോൾ തട്ടപ്പോൾ മാറി ഞാൻ ഇവിടെ അടി കിട്ടി. അതിലെല്ലാം കൂടി ഞാൻ താഴെ വീണതോടുകൂടി 4-5 ആൾക്കാരിൻ്റെ നാവിനെ മേലെ കൂടിയൊക്കെ ചവിട്ടി ഉള്ളിൽ കയറി ഇമ്മനെയൊക്കെ തള്ളിയിട്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കാര്യം ചെയ്തോ, നിങ്ങൾ പോലീസ് വന്നോട്ടെ, പോലീസ് വന്നിട്ട് പോലീസ് കൊണ്ടുപോയിക്കോട്ടെ, ഇവിടുന്ന് 1 കിലോമീറ്റർ സ്റ്റേഷനിലേക്കുള്ളൂ. അല്ല, പോലീസൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ പേരുള്ള വണ്ടിയാണ്, ഞങ്ങൾക്കറിയാം കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപമാനം അടിയായി. അങ്ങനെ പരിക്കുണ്ട്. അങ്ങനെ മൊത്തം ഇതാണ് ഇന്നലെ സംഭവിച്ചത്. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി 5 വാഹനങ്ങളും 9 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഷഹാനയ്ക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. മറ്റുള്ളവരെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 താമരശ്ശേരി. രാത്രി സമയങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളിൽ നിന്നും ഡീസൽ മോഷ്ടിക്കുന്ന ചില ബിരുദന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. കാസർഗോഡ് നിർത്തിയിട്ടിരുന്ന ബസ്സുകളിൽ നിന്ന് ഡീസൽ മോഷ്ടിക്കുന്ന സംഘത്തിലെ ഒരാൾ പോലീസിന്റെ പിടിയിലായി. കട്ടത്തെടുക്ക സ്വദേശി ഷുക്കൂറിനെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂട്ടുപ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സർവീസ് അവസാനിപ്പിച്ച ശേഷം നിർത്തിയിട്ട സ്വകാര്യ ബസ്സുകളിൽ നിന്ന് 285 ലിറ്റർ ഡീസൽ ചോർത്തിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. പുത്തികെ കട്ടത്തെടുക്കയിലെ PV ഷുക്കൂറിനെയാണ് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ PK വിനോദ് കുമാറിന്റെ മേൽനോട്ടത്തിൽ SI K ശ്രീജേഷ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കന്നാസുകളിൽ നിറച്ച 285 ലിറ്റർ ഡീസലും കണ്ടെത്തി. വെള്ളിയാഴ്ച രാത്രി കുമ്പള പെട്രോൾ പമ്പിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന അരയിപ്പാടി, ഗുരുവായൂരപ്പൻ എന്നീ സ്വകാര്യ ബസ്സുകളിൽ നിന്നുമാണ് ഡീസൽ ഊറ്റിയത്. രാവിലെ ബസ് സർവീസ് ആരംഭിക്കാനായി ജീവനക്കാർ എത്തിയപ്പോഴാണ് ഡീസൽ മോഷണം പോയ കാര്യം അറിയുന്നത്. അറസ്റ്റിലായ ഷുക്കൂർ ഡീസൽ വാങ്ങിയ ആളാണെന്നും മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ സംഘത്തെ തെരയുകയാണെന്നും പോലീസ് പറഞ്ഞു. ബസ് ഉടമ അരയിപ്പാടിയിലെ AM സത്താറിന്റെ പരാതിയിലാണ് കുമ്പള പോലീസ് കേസെടുത്തത്. ബസ് ജീവനക്കാരൻ അവിനാശിന്റെ പരാതിയിൽ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഈ അധ്യയന വർഷം തുടങ്ങിയത് മുതൽ പല സ്കൂളുകളിൽ നിന്നും റാഗിംഗ് പരാതികൾ കൂടുതലായി ഉയരുന്നുണ്ട്. ഇത്തരം പല സംഭവങ്ങളും നടക്കുന്നത് +1, +2 വിദ്യാർത്ഥികൾ തമ്മിലാണ്. തൃശൂർ പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനമേറ്റു. 5 വിദ്യാർത്ഥികളെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. +2 വിദ്യാർത്ഥികൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സ്ഥിരമായി മർദ്ദിക്കുന്നുവെന്ന് +1 വിദ്യാർത്ഥികൾ പറയുന്നു. ഇത്തരം സംഭവങ്ങൾ അധ്യയന വർഷം മുതലേ ഉണ്ടായിരുന്നുവെന്നും സ്കൂൾ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.